അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മുടെ റമദാൻ ഡേ ആണ്. ഇന്ന് 4ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇത്ര ദിവസം ഞാൻ വ്ളോഗൊന്നും എടുക്കാൻ എനിക്ക് അത്ര വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ കുറച്ച് വ്ളോഗൊക്കെ ഇങ്ങനെ കണ്ടു, എല്ലാവരും റമദാൻ വ്ളോഗൊക്കെ ഇടുന്നു. അപ്പം അൽഹംദുലില്ലാ അത് കാണുമ്പോൾ ഒരു കൊതി. എന്നാൽ നമുക്കും എന്തുകൊണ്ട് റമദാൻ ഡേ എങ്ങനെയാണ് എന്ന് നമുക്കൊരു വ്ളോഗായിട്ട് എടുക്കാം, അത് പിന്നീട് കാണുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ എന്നോർത്തിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് ഓർത്ത് ഞാനിങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ആഡംബരങ്ങളും കാര്യങ്ങളൊന്നുമില്ല. സാധാരണ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ നോമ്പ് ദിവസങ്ങളിൽ ഉണ്ടാകുന്നത് അതുപോലുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സുബഹി നമസ്കാരം ഇടയത്താഴമൊക്കെ കഴിഞ്ഞിട്ട് സുബഹി നമസ്കാരവും ഖുർആൻ ഓതിച്ചയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് കിടന്നു, ഒരു പവർ നാപ്പ് എടുത്തു. ഒരു 9-9:15 ആയപ്പോഴാണ് പിന്നെ എഴുന്നേറ്റത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഫുഡ് ഉണ്ടാക്കൽ പരിപാടികൾ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ പിന്നീട് ആകുമ്പോഴത്തേക്കും ഒത്തിരി പാടാവില്ലല്ലോ. അപ്പോൾ ഞാൻ റൂമൊക്കെ ആദ്യം ഒന്ന് ക്ലീൻ ആക്കുകയാണ്. പിന്നെ ഞാൻ കർട്ടൻസൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട്. കാരണം ജൊഹാൻ അവിടെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്നുണ്ട്. അവൻ്റെ ഉറക്കം ഒന്ന് പോട്ടെ, ഒന്ന് എഴുന്നേക്കട്ടെ. കുറേ രാത്രി ഫുഡ് കഴിച്ചിട്ട് കിടന്നതാണല്ലോ. അപ്പോൾ പിന്നെ വിശക്കുന്നുണ്ടായിരിക്കും എന്നോർത്ത് അവനെ അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവനപ്പോൾ തന്നെ എഴുന്നേറ്റു. ആൾക്ക് നല്ല വെട്ടവും വെളിച്ചവും ഉള്ള സാഹചര്യത്തിലൊന്നും ഉറങ്ങാനുള്ള ഒരു മൂഡ് കിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കും. പിന്നെ ഞാൻ അവനെ ബാത്റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് ബ്രഷൊക്കെ ചെയ്തു. ഇപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം തന്നെ ചെയ്യാനൊക്കെ നോക്കും. അപ്പോൾ ഞാനും കുറേ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ വേണ്ടി കൊടുക്കും. പക്ഷെ ഒന്നും ഫോഴ്സ് ചെയ്യാറില്ല. പക്ഷെ അവൻ ചെയ്യണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം കുട്ടികളിപ്പം പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങുന്നൊരു സമയമാണല്ലോ. അപ്പോൾ എന്ത് ചെയ്താൽ നമ്മൾ പേസ്റ്റ് വായിന്ന് ഇവൻ തുപ്പിക്കളയില്ല കേട്ടോ. അതെന്ത് ചെയ്താലും അങ്ങനെ കളയില്ല. അത് കുഞ്ഞുകുട്ടികൾക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞപ്പം തുപ്പിക്കളഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് എമൗണ്ടിൽ മാത്രമേ ഉള്ളൂ പേസ്റ്റ് എടുത്തുള്ളൂ. പിന്നെ തുപ്പിക്കളയാൻ വെള്ളം ആക്കി കഴിയുമ്പോഴത്തേക്കും കളയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളയും കേട്ടോ. അപ്പോൾ ക്യാമറയിലേക്ക് തന്നെ നോക്കുവാണ് ഇതെന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്നുള്ള ഒരു മട്ടിൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് നമുക്ക് നോമ്പായതുകൊണ്ട് പ്രത്യേകിച്ച് ധൃതി വെച്ച് കാര്യങ്ങൾ തീർക്കേണ്ട ഒരു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ചെയ്ത് തീർത്താൽ മതി. അപ്പോൾ ഞാൻ അവനെ ഫ്രഷാക്കി അവന് മുടി ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പം അതും അവനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ചാക്കി കൊടുത്തു. ഉറങ്ങി എഴുന്നേറ്റ വടി ആണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ താഴേക്ക് വന്ന് അവനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പെട്ടെന്നൊന്ന് ഫുള്ള് ക്ലീനാക്കി ഇടാമെന്നൊക്കെ ഉള്ളൊരു ഇതിൽ വന്നു. എന്നിട്ട് പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്തു. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല. പെട്ടെന്ന് ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീടൊക്കെ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടപ്പോൾ പിന്നെ ആ ഒരു സൈഡിലേക്ക് നോക്കണ്ടല്ലോ. പിന്നെ നമുക്ക് ഫുഡ് പ്രിപ്പറേഷനൊക്കെ നോക്കിയാൽ മതിയല്ലോ. പിന്നെ ചിക്കൻ കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചു. ചിക്കൻ ഇനി കൊണ്ടുവന്നിട്ട് അതൊന്ന് കറിയാക്കിയാൽ മതിയല്ലോ എന്നോർത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം പറയാൻ പറ്റില്ല, ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ടയേർഡായിരിക്കും. അപ്പം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്ത് വെക്കാൻ നോർത്തു. ചിക്കൻ കറി പിന്നെ പെട്ടെന്ന് നേരത്തെ വെച്ചെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അത് സെറ്റാക്കി വെച്ചു. പിന്നെ ആ ഒരു സമയത്ത് ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തപ്പോൾ ചിക്കനും കൊണ്ടുവന്നു. അത് ചിക്കൻ കഴുകി വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അതും കറിയൊക്കെ ആക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. ഈ ചൂടത്ത് എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷേ അതിനുള്ള ഒരു ഇതൊക്കെ പഠിച്ചു നമുക്ക് തരും. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് വന്നു. ഫുഡൊക്കെ പിന്നെ സുഹാന് ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ കുളിച്ചു. അവനെ കുളിപ്പിച്ച് ഫ്രഷാക്കി നമസ്കരിച്ചു. കുറച്ച് നേരം ഖുർആനൊക്കെ ഓതി. അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഉച്ച സമയത്ത്. പിന്നെ അവൻ കുറച്ച് നേരമൊക്കെ എൻ്റെ അടുത്തിരിക്കും. അത് കഴിഞ്ഞ് അവൻ ഉറക്കം വരുന്നു എന്നുള്ളൊരു മട്ടാകുമ്പോഴത്തേക്കും ഞാൻ കൊണ്ട് കിടത്തി ഉറക്കാനാണ് നോക്കാറ്. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു 2:30-2:45 ആയപ്പം അവൻ നന്നായിട്ടൊരു സുഖം പിടിച്ച് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ആ സമയത്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്തു. എന്നിട്ടൊരു 4 മണി ഒരു 4:30 ആകുമ്പം എഴുന്നേറ്റാൽ മതിയല്ലോ. അപ്പോൾ അത് കറക്റ്റ് ഒരു 4 മണി ഒക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു എഴുന്നേറ്റു. ഇനിയിപ്പോൾ നമുക്ക് താഴെ പോയാലും വലിയ പണികളും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കിന്ന് പത്തിരിയാണ്. പിന്നെ ഇടിയപ്പം ഇരിപ്പുണ്ട് ഓൾറെഡി. അപ്പോൾ പത്തിരി നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞു വെക്കുമോ. അപ്പോൾ പിന്നെ ആ ഒരു പണിയില്ല. പിന്നെ നമ്മൾ കറി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 5:45 ഇനിയിപ്പോൾ ഞാൻ ജ്യൂസും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇനി മെയിനായിട്ടുള്ളത്. അപ്പം ഞാനിതാ മാംഗോ പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കലക്കി വെക്കുവാണ്. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഭയങ്കര റിഫ്രഷ്മെൻറ്റ് കിട്ടും. പിന്നെ നാരങ്ങ നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ലായിരുന്നു, അതുകൊണ്ട് നാരങ്ങ കലക്കിയില്ല.
അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ. കുറച്ച് വെള്ളത്തിൽ ഞാൻ ആദ്യം പച്ചവെള്ളത്തിൽ പഞ്ചസാരയും ജ്യൂസിൻ്റെ പൊടിയും കൂടെ ഇട്ട് അടിച്ചിട്ട് കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ കുറച്ച് നല്ല ക്യൂബ്സ് ഉണ്ടെങ്കിൽ ക്യൂബ്സ് ഇടാൻ കേട്ടോ. എൻ്റെ കയ്യിൽ ക്യൂബ്സ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാനത് നല്ല തണുത്ത വെള്ളത്തിൽ മിക്സാക്കിയിട്ട് ഫുള്ളിന്ന് അടിച്ചു വെച്ചു. എന്നിട്ട് പിന്നെ പഴം ഇരിപ്പുണ്ടായിരുന്നു. പഴം ഇങ്ങനെ കേടായി പോകുന്ന കാരണം നമുക്ക് പെട്ടെന്ന് ഷെയ്ക്ക് അടിക്കാമെന്ന് ഓർത്തു. പഴമാണ് മെയിനായിട്ട് ഇതിനകത്ത് താരം കേട്ടോ. അപ്പോൾ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഒരു 3 ചെറിയ സൈസുള്ള പഴമാണ് കേട്ടോ. അപ്പോൾ അതും എടുത്തു. പിന്നെ ഞാൻ ഓട്സ് ഇടുന്നത് എന്തിനാണെന്ന് എനിക്ക് കാര്യമായിട്ട് അറിയില്ല. പക്ഷേ ഞാൻ ഏതോ വീഡിയോയിലേക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഇട്ടതാണ് കേട്ടോ. അതിട്ടു. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഹോർലിക്സ് ഇട്ടു. പിന്നെ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഓൾറെഡി നല്ല മധുരമുള്ള പഴമാണ്. അതടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. ഫ്രൂട്ട്സാണ് നമ്മൾ മെയിനായിട്ട് കടികൾ കാര്യങ്ങളൊന്നും ഇവിടെ അങ്ങനെ ആർക്കും വേണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കിയാലും വേസ്റ്റ് ആകത്തേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല. ഇനി തോന്നുകയാണെങ്കിൽ തന്നെ നമ്മൾ ഉണ്ടാക്കില്ല, നമ്മൾ വേണം ആവശ്യമുള്ളത് വാങ്ങിക്കും. എന്നാൽ പോലും നമുക്കത് പെട്ടെന്ന് ചിലവായി പോയില്ല. പിന്നെ ഹെൽത്തിനും അത്ര നല്ലതല്ലല്ലോ. പിന്നെ ഈ ചൂടല്ലേ, അപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട്സും ജ്യൂസൊക്കെ വെച്ച് അത് തന്നെ ഫുള്ളാകും നമ്മുടെ വയറ്. പിന്നെ ഒരുപാട് ആർഭാടത്തിന് വേണ്ടി അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും ഞാനൊന്നും ഉണ്ടാക്കാനും ഒന്നും പോയില്ല. പണിയും കുറവാണ്, നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്. പിന്നെ നമുക്ക് അത്രയും മതി, അതിനുള്ള ഒരു ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ്, നമ്മളുടെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം പറഞ്ഞതാണ്. എല്ലാവർക്കും അങ്ങനെ ചിലപ്പോൾ ചിലർക്ക് നിർബന്ധമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ പോകട്ടെ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ജൊഹാനും അമ്മായും കൂടെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയി. ജസ്റ്റ് ഒന്ന് ചുമ്മാ ഇറങ്ങി ഞാനിങ്ങനെ ജ്യൂസ് അടിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോയി. കുറച്ച് പേരൊക്കെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ തന്നെ അത് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് ബാങ്ക് വിളിക്കാറുള്ള സമയപ്പോൾ തന്നെ ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് നമ്മുടെ ചെറിയൊരു നോമ്പ് തുറയാണ്. ഇതൊക്കെ തന്നെ നമുക്ക് ഒരുപാട് നല്ലതാണ്. അൽഹംദുലില്ലാ. എല്ലാം അങ്ങനെ നോമ്പ് തുറന്നിട്ട് ഇനി റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. നോമ്പ് തുറന്ന് കഴിയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ത്രാവിയ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവരൊക്കെ കഴിക്കാറ്. ഞാൻ ഇഷ കഴിഞ്ഞിട്ട് ജൊഹാന് കൊടുത്ത് അങ്ങനെ കഴിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അല്ലാതെ നമ്മൾ ഉടനെ ഫുഡ് കഴിക്കാറില്ല. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പള്ളിയിലൊക്കെ പോയി. ഇഷ ബാങ്ക് വിളിച്ചപ്പം പള്ളിയിലൊക്കെ പോയി. പിന്നെ ഞാനും റൂമിലേക്ക് കയറി വന്നു. പിന്നെ എനിക്കും നമസ്കരിക്കാനും ഖുർആൻ ഓതാനും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും റൂമിലേക്ക് വന്നൊന്ന് ഫ്രഷായി. ജൊഹാനൊന്ന് ഫ്രഷാക്കി, ഞാനും ഒന്ന് ഫ്രഷായിട്ട് പിന്നെ നമ്മൾ നേരെ ഖുർആൻ നമസ്കാരമൊക്കെ കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇത്രയും ആണ് നമ്മുടെ ഒരു ഡെയിലി ഇന്നത്തെ ഒരു നോമ്പെന്ന് പറയുന്നത്. റമദാൻ 4ാമത്തെ നോമ്പെന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. അൽഹംദുലില്ലാ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. വലിയ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഇല്ലാതെ തന്നെ നമുക്ക് 4ാമത്തെ നോമ്പ് നമുക്ക് നല്ലതായിട്ട് കഴിഞ്ഞു. എല്ലാവർക്കും അങ്ങനെ തന്നെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ലൊരു നോമ്പായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് എല്ലാം നോമ്പ് നല്ലതായിട്ട് അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റമദാൻ വ്ളോഗ് എന്ന് പറയുന്നത്. വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എന്നാലും നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു വ്ളോഗ് കാണിച്ചതാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ബൈ.